വിശുദ്ധ ബലിയും അനുബന്ധ ശുശ്രൂഷകളും ഇവിടെയും ദൂരസ്ഥലങ്ങളിലുമായിരുന്ന് ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യട്ടെ. സെപ്റ്റംബർ മാസം 14 15 നമ്മുടെ സഭയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള നിർണായകമായ 2 ദിവസങ്ങളാണ്. സെപ്റ്റംബർ 14 സ്ലീബാ പെരുന്നാൾ ദിവസമാണ്. വലിയ കൊട്ടും ഉരവയും ഒന്നുമില്ലാതെ അധികം പേർ അറിയാതെ കടന്നുപോയ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം. ശ്രീപാദാസ സമൂഹം എന്ന മലങ്കര സഭയിലെ ഏറ്റവും പഴയതും വിപുലവുമായ മിഷനറി സമൂഹത്തിൻ്റെ സ്ഥാപനം നടന്നത് 1924 സെപ്റ്റംബർ 14 സ്ലീബാ പെരുന്നാൾ ദിവസം ആയിരുന്നല്ലോ. അഭിവന്യ ദിവംഗതനായ പത്രോസ് മാർ ഒസ്താത്യോസ് പിതാവ്, അദ്ദേഹമാണ് യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം സകലവും വിട്ട് സകലത്തിൻ്റെയും നാഥനെ പിൻചെല്ലുകയും സഭയുടെ ദൗത്യം ലഭിച്ചിരിക്കുന്ന സുവിശേഷം അറിയിക്കുക എന്നും അറിഞ്ഞത് അറിയിക്കുക എന്ന ദൗത്യം വിസ്മരിക്കുന്ന സഭയെ ശാസിച്ചുകൊണ്ട് സഭയുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി എല്ലാം വിട്ട് ഇറങ്ങി പുറപ്പെട്ട അഭ്യസ്തവിദ്യനായ ഭാവനാശേഷിയുള്ള ബുദ്ധിവൈഭവമുള്ള പുരാതനമായ ഒരു കുടുംബത്തിൽ പിറന്ന MP പത്രോസ് എന്ന യുവാവ്. ഇദ്ദേഹത്തിന് സമശീർഷനായ ഒരാൾ മലങ്കര സഭയിൽ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ പരിമല തിരുമേനിയും മറ്റും തുടങ്ങി വെച്ച വിജാതീയ മിഷൻ അതിനെ ഊർജ്ജസ്വലമായി മുമ്പോട്ട് നയിച്ച് ഒരുപാട് ഫലം ഉണ്ടാക്കിയ ഒരാളായിരുന്നു മാർ ഒസ്താത്യോസ് പിതാവ്. അദ്ദേഹം കടന്നുപോയിട്ട് 52 വർഷമായി. ശ്രീപാദാസ സമൂഹം സ്ഥാപിക്കപ്പെട്ടിട്ട് 96 വർഷവുമായി. 4 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റിനറി ആകും. അതിന് ആഘോഷമില്ല. അതിൻ്റെ സന്തോഷവും കിരീടവും ഓർത്തഡോക്സ് സഭയെ ആലിംഗനം ചെയ്ത വിജാതികളാണ്. അവരെയാണ് ഒസ്താത്യോസ് തിരുമേനി എൻ്റെ സന്തോഷവും കിരീടമെന്ന് സെയിൻറ്റ് പോളിനെ പോലെ വിശേഷിപ്പിച്ചത്. രണ്ടാമത് സെപ്റ്റംബർ 15 ആകുന്ന ഇന്ന് മലങ്കര സഭയ്ക്ക് അവിസ്മരണീയമായ ഒരു വലിയ ദിനം, മഹാദിനമാണ്. ഈ വർഷം സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് കൽപ്പന അയച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? മലങ്കരയിൽ ചരിത്രപരമായി വളരെയേറെ പ്രാധാന്യവും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം, കാതോലിക്കോസൈറ്റ് എന്ന് പറയാവുന്ന ഒന്ന് ആദ്യമായി ഭാരതത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ കാര്യത്തിന് വേണ്ടി ഉടന്തനവെ ഒരു ദിവസം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ല ഇത്. ദീർഘനാളത്തെ ഒരുക്കവും പ്രാർത്ഥനയും കൂടിയാലോചനകളും വഴിയാണ് ഇതുണ്ടായത്. അതിനുവേണ്ടി അധ്വാനിച്ചവരിൽ, ചിന്തിച്ചവരിൽ കോരാട്ട്, മാത്തൻ, ബൽപ്പാൻ തുടങ്ങിയുള്ള വൈദിക ശ്രേണിയിലുള്ളവരും അൽമായ പ്രമുഖന്മാരും ഏറ്റവും മുൻപന്തിയിൽ പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് പിതാവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിൽ മലങ്കര സഭയെക്കുറിച്ച് വളരെ വിഷമകരമായ സാഹചര്യങ്ങളിൽ ചിന്തിക്കുകയും ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചു. തീരുമാനമെടുത്തുകൊണ്ടായില്ലല്ലോ, നടപ്പാക്കുകയും വേണം. ഇത്രയധികം നൊമ്പരപ്പെട്ടിട്ടുള്ളൊരു മനസ്സ് മലങ്കര സഭയിൽ മറ്റാരും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല.
സഭാഭാസുരനെ പോലെ വളരെയേറെ ദുഃഖം അനുഭവിച്ച ആളാണ്. എന്നാൽ തീക്ഷ്ണ ബുദ്ധിയും ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മേധാശക്തിയോട് കിടപിടിക്കത്തക്കവണ്ണം ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ആ തലമുറയിലോ തുടർന്നോ ഇവിടെ ഉണ്ടായിട്ടില്ല. മലങ്കര സഭയെന്ന അപ്പോസ്തോലിക സ്ഥാപനത്തിൻ്റെ വൈഷമ്യങ്ങൾ, ദീർഘനാൾ അതിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന വൈദേശികമായ ആക്രമണങ്ങൾ തുടങ്ങി പല കാര്യങ്ങൾ ഒരു കൂട്ടരിൽ നല്ല പലയിടത്തു നിന്നും ഉണ്ടായി. ഇതിനെയെല്ലാം തരണം ചെയ്യാൻ എന്താണ് വഴി എന്ന് പലരും ആലോചിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു തീരുമാനത്തിലെത്തിയത് വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യോസ് പരിശുദ്ധ പിതാവിൻ്റെ കാലത്താണ്. ആ തീരുമാനം നടപ്പായി 1912 സഭാ ഭരണഘടനയും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായി. ഈ വലിയ സ്ഥാപനം എന്താണെന്ന് നമ്മൾ അറിയണം. ക്രൈസ്തവ സഭകളിൽ, ബൈസന്റൈൻ സഭകളിലും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലും എല്ലാം അതതിൻ്റെ തനതായ മേലധ്യക്ഷ സ്ഥാനവും ഭരണക്രമീകരണവും ഉണ്ട്. അതാണ് ഓർത്തഡോക്സ് സഭകളുടെ സവിശേഷത. ഓരോ സഭയും അതാത് നാട്ടിൽ ദേശീയ സഭയായി സ്വതന്ത്രമായി നിലകൊള്ളുകയും സഭാപിതാക്കന്മാർ ഒന്നിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ നിങ്ങൾ സഹോദരങ്ങളാകുന്നു എന്നതിനെ നടപ്പാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സഭാ വിഭാഗം വേറൊന്നിനെ അടക്കി ഭരിക്കാനോ അധീശത്വം സ്ഥാപിക്കാനോ പാടില്ല എന്നുള്ളത് പൊതുവെ സഭകളുടെയും പൗരസ്ത്യ സഭകളുടെയും പ്രമാണമാണ്. അതിന് യോജിക്കാത്ത രീതിയിൽ പലതും ഈ ഭൂമുഖത്ത് നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് എത്യോപ്യൻ സഭ ഈജിപ്തായ കോപ്റ്റിക് സഭയുടെ ഭാഗമായിരുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ടിലാണ് അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായത്. ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം എത്രയോ വർഷങ്ങൾ നിന്നു. ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് പല വിദേശ ശക്തികളും ഇവിടെ കയ്യേറി ഭരിക്കാൻ നോക്കി. അവസാനം അവരെല്ലാം പുറത്താക്കി ബ്രിട്ടീഷ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ ഭാഗമായി ഭാരതവും അടുത്തുള്ള രാജ്യങ്ങളും ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമായും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ആ ഭാഗങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിലായി. എന്നാൽ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ബഹുഭൂരിപക്ഷത്തിനും അത് അസഹനീയമായി. ഈ സ്ഥിതി വളർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അതിന് ദേശീയ നേതാക്കന്മാർ ഈ സമരത്തിന് നേതൃത്വം നൽകി. സഹന സമരം എന്ന് ഇന്ന് ചിലരൊക്കെ വെറുതെ പറയുന്നത്. മഹാത്മജി നയിച്ച സമരമാണ് യഥാർത്ഥത്തിൽ സഹന സമരം. സത്യഗ്രഹ എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കരുതുന്ന സത്യാഗ്രഹം ചെയ്യാനല്ല, സത്യത്തിൻ്റെ ശക്തി എന്നാണ് സത്യഗ്രഹ എന്ന് പറഞ്ഞാൽ. ദ സ്ട്രെങ്ത് ആൻഡ് ദ ഫോഴ്സ് ഓഫ് ട്രൂത്ത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പം മഹാത്മജി ബ്രിട്ടീഷുകാരെ വെറുത്തില്ല. അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടവരോട് അദ്ദേഹത്തിന് വിദ്വേഷം ഉണ്ടായില്ല. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹത്തെ പലവുരു ജയിലിലാക്കിയവരോട് അദ്ദേഹത്തിന് വിദ്വേഷം തോന്നിയില്ല. അവരെ അദ്ദേഹം ചീത്ത പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞതെന്നാണ്, ഇത് ഞങ്ങളുടെ ജന്മനാടാണ്, ഇവിടുത്തെ കാര്യം നടത്തേണ്ടത് ഞങ്ങളാണ്. നിങ്ങളോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്, നിങ്ങളുടെ ഭരണവ്യവസ്ഥയൊക്കെ നന്നായിരിക്കുന്നു. പക്ഷേ ഈ നാട് ഭരിക്കേണ്ടത് നിങ്ങളല്ല, നിങ്ങൾ പോയി നിങ്ങളുടെ നാട് ഭരിച്ചാൽ മതി എന്ന് വളരെ നല്ല ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അവരെ ഒന്നും ദോഷകരമായി അല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടമായിട്ട് ഇത് വളർന്നു വരുന്നത് ഫ്രീഡം മൂവ്മെന്റ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് പുറത്തു പോകണം എന്ന് ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ഇന്നും മലങ്കര സഭയിൽ കുറച്ച് നാളായി ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. ക്വിറ്റ്, ഇറങ്ങിപ്പോകൂ, നിങ്ങൾക്ക് ഇവിടെ കാര്യമില്ല എന്നുള്ള ഭാഷ. ഏറ്റവും ഒടുവിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. മലങ്കര സഭയ്ക്ക് പൂർണ്ണ സ്വരാജ് കിട്ടിയ ദിവസം അതിൻ്റെ വാർഷികമാണ് ഇന്ന്.
1912 പ്രഖ്യാപനം ഉണ്ടായത്. അത് സഭയ്ക്ക് ഒരു കാതോലിക്ക സ്ഥാപനം ഉണ്ടായത് മുതലാണ്. കാതോലിക്കോസ്, കാത്തലിക് എന്ന് പറഞ്ഞാൽ പൊതുവിൻ്റെ ആൾ, വിത്ത് റെഫറൻസ് ടു ദ ഹോൾ എന്നാണ് കാത്തലിക് എന്ന് പറഞ്ഞാൽ. പൊതുവിൻ്റെ ആളാണ്. ഇങ്ങനെയുള്ള നാമങ്ങൾ സഭകളെല്ലാം ഉണ്ട്. പോപ്പ്, പാപ്പ എന്ന് പറഞ്ഞാൽ അപ്പനെന്നേ ഉള്ള അർത്ഥം. പോപ്പ് എന്നുള്ള വാക്ക് 2-3 സഭകളിലുണ്ട്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലും പോപ്പാണ്. പേട്രിയാർക്ക് എന്ന് പറഞ്ഞ ഒരു ക്ലാനിൻ്റെ ഹെഡാണ്, ഒരു ഗോത്രത്തിൻ്റെ തലവൻ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിഭിന്നമാണ് കാതോലിക്കോസ് എന്ന് പറഞ്ഞാൽ പൊതുവിൻ്റെ ആളാണ്. പലർക്ക് പറഞ്ഞുകൂടാ, ഏതാണ്ട് കുറഞ്ഞ സ്ഥാനമാണെന്ന് അവരെ ധരിച്ചു. അല്ല, ബാക്കിയുള്ള മറ്റ് പോപ്പ്, പേട്രിയാർക്ക് എന്നൊക്കെ പറയുന്നതിനേക്കാൾ വളരെ വിപുലമായ ആഴത്തിലുള്ള അർത്ഥമാണ് കാതോലിക്കോസ് എന്നുള്ളതിനുള്ളത് നമ്മൾ അറിയണം. പല സഭകളിലും കാതോലിക്കമാരുടെ കീഴിൽ പാത്രിയർക്കീസന്മാരുണ്ട്. അത് പമ്പ് പറയാനായിട്ട് പറയുന്നതല്ല. അതിൻ്റെ അർത്ഥം സഭയ്ക്ക് തനിയെ ഒരു തലയുണ്ട്. ആ തലയാണ് കാതോലിക്കോസ്. സഭ അതിൻ്റെ പൂർണ്ണതയിൽ സ്വരാജിൽ എത്തിയിരിക്കുന്നു. സ്വന്തം രാജ്യം സ്വന്തമായിട്ട് ഭരിക്കുന്നതിനെയാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുക. മലങ്കര സഭ ഒരു അപ്പോസ്തോലിക സഭയാണ്. അന്നു മുതലേ അതിന് ജന്മസിദ്ധമായ സ്വാതന്ത്ര്യമുണ്ട്. അതാരും ദാനം ചെയ്തതല്ല, യേശു ക്രിസ്തു കൊടുത്തത്. യേശു ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യമാണ് മലങ്കര സഭകളിൽ. വേറെ ആരും വെളിയിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതൊന്നുമല്ല. ഈ സ്വാതന്ത്ര്യം വഴി സഭ സ്വതന്ത്രമാണ്. അതിന് നൂറ്റാണ്ടുകളുള്ള വളർച്ചയിൽ ഉണ്ടായ ഒരു ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലായി ഓരോരോ തലവന്മാരുണ്ടായി. ആർക്കതിയാക്കോ എന്ന് പറയും, മലങ്കര മെത്രാപ്പോലീത്ത എന്ന് പറയും, അങ്ങനെയൊക്കെ മാർത്തോമ മാർ. ഏറ്റവും ഒടുവിൽ 1912 കാതോലിക്കോസ് എന്നൊരു സ്ഥാനം മറ്റ് സഭകളെ പോലെ തന്നെ ഇവിടെ കാനോനികമായി അത് പറയണം സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ ഒരു സഭയ്ക്ക് തനതായ അധ്യക്ഷനെ കണ്ടുപിടിക്കാം, സ്ഥാനാരോഹണം ചെയ്യിക്കാം, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു കാനോനിക പാത്രിയർക്കീസ്, സിറിയൻ സഭയിലെ ഒരു കാനോനിക പാത്രിയർക്കീസിന്റെ സഹകരണത്തോടെയാണ് ഇന്ത്യയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത്. ഇത് മറക്കരുത്, ആരുടെയും സൗജന്യമല്ല. അത് നല്ലപോലെ നമ്മൾ ഓർക്കണം. പമ്പ് പറയാനോ അഭിമാനം നടിക്കാനോ ഒന്നുമല്ല. പക്ഷേ ദിസ് ഈസ് ഹിസ്റ്ററി. അങ്ങനെ പൂർണ്ണ സ്വരാജ് എന്ന് കാനോനികമായ സ്ഥാപനം, കാനോനികമായ സഹകരണത്തിലൂടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ദിവസമാണ് 15 സെപ്റ്റംബർ 1912 സ്ഥാപിച്ചു. പരിശുദ്ധനായ പരിമലത്തിന് വേണ്ടി കടന്നുപോയി 10 വർഷത്തിന് ശേഷമാണ് കാതോലിക്ക സ്ഥാപനം ഉണ്ടായത്. അത് നെരണം ഭാരതത്തിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ ചർച്ച് നെരണം സെന്റ് മേരീസ് പള്ളിയാണ്. കുറച്ചു മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരാൾ ഇവിടെ വന്നിരുന്നൊരു CNIയിലെ വലിയൊരു നേതാവ്. അദ്ദേഹത്തിനെ ഇവിടെയും വന്നു നെരണത്തെല്ലാം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ. അദ്ദേഹം വിളിച്ചു പോയി. പള്ളിയെല്ലാം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട്, കുറിപ്പെല്ലാം കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഹി വാസ് അമേസ്ഡ്. നെരണം സെന്റ് മേരീസ് ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ. അവിടെ വെച്ചാണ് അത് ഒരു ദൈവനിയോഗം. ഒരു ഘട്ടത്തിൽ ഇവാനിയോസ് പിതാവിനെ അവിടെ വെച്ച് കാതോലിക്കായി വാഴിച്ചത് വലിയൊരു ഉത്സവമായിരുന്നു. അത് വലിയ ദീർഘനാൾ കാത്തിരുന്ന, ഈ സൗഭാഗ്യം കാണാൻ കൊതിയോടെ കാത്തിരുന്ന കടന്നുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം സൗഭാഗ്യ സുഹൃതം ആയി അന്നവിടെ കാതോലിക്കോസിനെ വാഴിച്ചു. അത് പട്ടംകൊടയെല്ലാം നമുക്കറിയാമോ. പട്ടംകൊട എപ്പിസ്കോപ്പ് സ്ഥാനത്തോടെ തീർന്നു. പിന്നീട് ഇൻസ്റ്റലേഷനേ ഉള്ളൂ, സ്ഥാനാരോഹണം. അധികാരവും ഭരണവും ഏൽപ്പിക്കുകയാണ്. സ്ഥാനാരോഹണം കഴിഞ്ഞൊരു കസേരയിൽ ഇരുത്തി ഈ മുറിമറ്റത്തിൽ പൗലോസ് പ്രഥമൻ കാതോലിക്കായ പള്ളി കൂട്ടിയെടുത്തോണ്ട് നടന്നു. ചരിത്രത്തിലുണ്ടിത്. ഇന്നലെ ഞാൻ ആ പള്ളിയിൽ പോയിരുന്നു. അവിടുത്തെ വിചാരിച്ചോണ്ട് ചോദിച്ചു, നിങ്ങളുടെ നാൾ വഴിയിലെങ്ങാനും ഇത് എഴുതിയിട്ടുണ്ടോ? അന്നത്തെ മനോരമ പത്രത്തിൽ വന്നാണ് ഞാനീ പറയുന്നത്. സ്ഥാനാരോഹണ ശേഷം പള്ളിക്കുറ്റും കസേരയിലിരുത്തി പുതിയ കാതോലിക്ക അത്ര ആർപ്പ് വിളിച്ചുകൊണ്ട് പോയി. അത്ര ഒരു വലിയ സംഭവമായിരുന്നു അന്ന് സഭയ്ക്ക് മനസ്സിലായി. അതിൻ്റെ വാർഷികമാണ്. ഇന്നും പല പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥാപനത്തെ മറക്കരുതെന്ന് മഹാപരിശുദ്ധനായ സഭാഭാസുരൻ വട്ടശ്ശേരിൽ മാർ ദീവന്നാസ്യോസ് തിരുമേനിയുടെ ഓസ്യത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നു. സഭയുടെ മേൽഗതിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തത് നിങ്ങളോടൊപ്പം എന്നോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന കാതോലിക്ക സ്ഥാപനത്തെ ഭംഗിയായി സൂക്ഷിക്കാനുള്ള ചുമതല നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു.
ഇത് ഈ സ്ഥാപനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട ആളിൻ്റെ മരണശാസനമാണ്. അതാണ് നമ്മൾ ഇന്ന് സ്വീകരിച്ച് നടപ്പാക്കുക. Now, my friends who are listening to me here, anywhere or abroad, I want to tell you that our church is an apostolic church. We have 4 fortresses protecting the Malankara Orthodox Syrian Church. I would say 4 strongholds. We are protected on 4 sides by 4 strongholds. The first is that this is an apostolic church. It's very rare. An apostle came to India, St. Thomas, the most courageous of all the apostles. He who said, "Let us go and die with him." That is our father, St. Thomas. So the first fortress is that this is an apostolic church. So people ask us, is this an apostolic? Yes, we should say this is an apostolic church. Number 2, we have a Catholicosate. That is, it has attained full independence, Purna Swaraj. We are not under any other church. We are on our own. This freedom is given to us by Jesus Christ, who is the Lord of the church. Number 3, we have a constitution. Much before India wrote its own constitution, beginning, we the people of India. This is the beginning of the Indian constitution. We the people of India, we frame a constitution and give it to ourselves. This constitution is made not by English people, but by Indians. We Indian people make this constitution, give it to us, to our country. So our church has a constitution. We refer to it as the 1934 constitution, formed by the church, by leaders like Saint Dionysius Vattasseril and many, many others. So that is the third stronghold for the Alamgaraj. And the fourth one, we have 3 court judgments. Number 1, we have many judgments before that, but the 3 significant verdicts from the apex court in India. Number 1 came out in 1958. Number 2 in 1995. And the most crucial, Supreme Court verdict came on the 3rd of July, St. Thomas Day, in 2017. Today, we are protected by these 4 strongholds. An apostolicity, this is an apostolic church. We have our own Catholicosate, this is a fully independent church. We have a fully established church constitution, which has been upheld by the apex court in India. And we have very well established court verdicts. So the church is protected on 4 sides by these 4 things. Let us remember that. This day is very, very independent, very, very significant for the Indian church. Somebody from outside church, there is a division in our church in India. This is all nonsense. This church is ours, not theirs, whoever it is. In this church, people are trying to make divisions. Even today, when there is a very clear-cut judgment, certain people are trying to circumvent it, trying to go beyond it, saying that you create a bill, you create some law. Lawmakers like make law so that we can circumvent this judgment. This will not happen. This is not something the court envisaged. For the Malankara Church, this is not to talk anything against anybody, but to talk about ourselves. We have the right, birthright, to uphold this church, take this church to our heart and say, this is founded by St. Thomas the Apostle, who among all the apostles was the only one. Daring St. Thomas said, I want to touch
The wounds, sacred wounds of my master. No other apostle could open his mouth and say, I want to do that. Only St. Thomas did it. You should never forget that. That's why I said he is the most daring of all the apostles. So we need to be reasonably proud about St. Thomas. Proud about our apostolic origin of this church. We should be reasonably proud of our Catholicos age. And we should be proud about our constitution. And we rely upon the God-given court judgments to this day. Still, the church is plagued by some people. I don't know whether to call them rebels or anybody else, but let us pray for them. The court has said, unquestionably, there is only one church in India. The court has again said, there is only one Catholicos in this church. The court said, there is only one constitution in the church, all one. And if you are a member of the church, you have to obey the constitution, etc., etc. If you don't like it, you can walk out. But remaining within the church and rebelling against it is a sin. It is rebelling against God. Since the fortresses, the strongholds, the four strongholds I mentioned are installed by none other than Jesus Christ, nobody should dare to fight against the church. This is a protected church on four sides. Let us pray for the church. Pray for His Holiness the Catholicos, Basilios Bartholomew Paulus II. Let us pray for all the priests, the clergy, all the people and the suffering parishes and priests, especially in the district of Ernakulam. Other districts are not so plagued like Ernakulam district. Priests are suffering, people are suffering. We don't know when this is going to end. But remember that our freedom is a gift given to us by Jesus Christ, not from anybody else. Our freedom, full Purna Swaraj, has been granted to us by Jesus Christ. We have hope in Him. We pin our hopes on the Redeemer, Lord Jesus Christ. This day, let us celebrate it prayerfully. Lord, we thank You. I think this is a day of thanksgiving. For Malangara Orthodox Church members anywhere on this globe, the face of earth, this is a day of rejoicing. This is a day of prayerful thanksgiving to God for having sent Apostle Thomas to India and founding this church. We uphold the church. Let us pray for the church every day. May the hard days end. May peace be established in the church. Peace with dignity for all. What do I mean by that? Dignity for all. Everyone who obeys the Constitution, everyone who submits to the court verdicts, that is dignity. Not rebelling against all this. Let us wait for the day. Pray for our brothers and sisters on either side. We are all one because we have the Constitution and the judgment. We have the church is our mother. I would call upon all our brothers and sisters across the two sides, across the divide. We are all one. We are all children of St. Thomas. Let us feel and be was one. We are one. Let us forget the past. We must have struggled, chagada. But let us come together once again. Let us not try to defeat each other. There is no winner. If you think about any world war or any war, nobody wins the war. The war devastates, but peace builds up things, builds up human lives. Peace in the church will build up the church and build up human beings. Let us thank God for 15th of September 1912 and this day. To this day, many people have prayed and died for the church. Let us seek the intercession of Saint Gregorius of Parmala and his disciple Saint Dionysius Vattascheril and all other saintly people. I thank our respected Kuriakos Sachin, the manager of Parmala Seminary,
revered Rambashan and other Achans from Nagpur Seminary, vice manager, everybody here. Let us rejoice in Christ. Let us peacefully, prayerfully rejoice in Christ and say, thank you, Lord, for this church. May the grace of the Father, Son, and the Holy Spirit be with you all as individuals and families and as a church. Thank God. Thank you all.